അപ്പോൾ നമുക്ക് വാർത്തകളിലേക്ക് വരാം അല്ലേ. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് നമ്മൾ ആദ്യം കിടക്കുന്നത്. ദൗർഭാഗ്യകരമായ ഒരു സംഭവം ഇന്ന് കൊച്ചിയിൽ നമ്മൾ കാണുകയും ചെയ്തു. ആ വാർത്തയിലാണ് നമ്മൾ തുടങ്ങുന്നത്. CPIM നേതാവ് MM ലോറൻസിന്റെ അന്ത്യയാത്രയ്ക്കിടെ എറണാകുളം ടൗൺ ഹാളിൽ നാടകീയ രംഗങ്ങളുണ്ടായി. പൊതുദർശനത്തിന് ശേഷം മൃതദേഹം മോർച്ചറിയിലേക്ക് കൊണ്ടുപോകാനിരിക്കെ MM ലോറൻസിന്റെ മകൾ ആശ ലോറൻസ് തടഞ്ഞു. ഫ്രീസറിൽ കെട്ടിപ്പിടിച്ച് കിടന്ന് പ്രതിഷേധിച്ച ആശ ലോറൻസിന്റെയും മകൻ മിലൻ ലോറൻസിന്റെയും ബന്ധുക്കൾ ബലം പ്രയോഗിച്ച് മാറ്റിയ ശേഷമാണ് മൃതദേഹം കൊണ്ടുപോയത്. മൃതദേഹം തൽക്കാലം വൈദ്യ പഠനത്തിന് വിട്ടു നൽകരുത് എന്നും മോർച്ചറിയിൽ സൂക്ഷിക്കണമെന്നുമാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. പൊതുദർശനത്തിന് ശേഷം മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് വൈദ്യപഠനത്തിന് വിട്ടു നൽകുമെന്നാണ് CPIM അറിയിച്ചിരുന്നത്. ഇതിനെതിരെ MM ലോറൻസിന്റെ മകൾ ആശ ലോറൻസ് ഹൈക്കോടതിയെ സമീപിച്ചു. തൽക്കാലം വൈദ്യപഠനത്തിന് വിട്ടു നൽകരുതെന്നും അന്തിമ തീരുമാനമാകും വരെ മൃതദേഹം മോർച്ചറിയിൽ സൂക്ഷിക്കണമെന്നും ഹൈക്കോടതി. ആശയുടെ പരാതി മെഡിക്കൽ കോളേജ് പരിശോധിക്കണമെന്ന് പറഞ്ഞ ഹൈക്കോടതി ഹർജി തീർപ്പാക്കി. തുടർന്ന് മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റാനിരിക്കെയാണ് ടൗൺ ഹാളിൽ നാടകീയ രംഗങ്ങൾ അരങ്ങേറിയത്. ഫ്രീസറിൽ കെട്ടിപ്പിടിച്ച് ആശയും മകൻ മിലൻ ലോറൻസും പാർട്ടി പ്രവർത്തകരും ആശയും തമ്മിൽ വാക്കേറ്റം. ഒടുവിൽ ബന്ധുക്കൾ ആശയെയും മിലനെയും ബലം പ്രയോഗിച്ച് മാറ്റി. തനിക്കും മകനും മർദ്ദനമേറ്റെന്ന് ആശ ലോറൻസ് ആരോപിച്ചു. എന്റെ ഒച്ചകളൊന്നും വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറെ സഖാത്തികളെ നിരത്തി നിർത്തി വെൽ ഓർഗനൈസ്ഡ് ആയിട്ട് അവര് നടത്തിയ പരിപാടിയാണ്. അതിലൊരു റിഗ്രഷനും ഇല്ല. സഖാത്തികളെ വട്ടം ചുറ്റി നിർത്തിയതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? ഞാൻ അവരുടെ മുഖത്തോട്ട് നോക്കിയപ്പോൾ വൃത്തിയട്ട രീതിയിൽ എന്റെ കണ്ണുകളിലും നോക്കി വൃത്തിയട്ട രീതിയിൽ നീ പൊടിയുന്ന കണ്ണുകൾ കൊണ്ടും ചുണ്ടുകൾ കൊണ്ടും പറഞ്ഞ ഒരു കൗൺസിലർ ഉണ്ട്. അവരുടെ പേര് ഞാൻ മറന്നുപോയി. MM ലോറൻസിന്റെ മൃതദേഹം മതാചാരപ്രകാരം പള്ളിയിൽ സംസ്കരിക്കണമെന്നാണ് ആശ ലോറൻസിന്റെ ആവശ്യം. അതേസമയം MM ലോറൻസ് ദൈവവിശ്വാസിയായിരുന്നില്ലെന്നും പിതാവിന്റെ ആഗ്രഹപ്രകാരമാണ് മൃതദേഹം മെഡിക്കൽ കോളേജിന് വിട്ടു നൽകാൻ തീരുമാനിച്ചതെന്നും മകൻ ML സജീവൻ പറഞ്ഞു. ആശയുടെ പ്രതിഷേധത്തിനു പിന്നിൽ മറ്റു ചിലരുടെ പ്രേരണയുണ്ടെന്നും ആരോപണം. ആ ഫേസ്ബുക്ക് പോസ്റ്റിംഗ്സും അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും വേർഡ്സും സെന്റൻസും പാരഗ്രാഫും അത് കണ്ടന്റ് എന്നുള്ള നോക്കിക്കഴിഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് മനസ്സിലാവും. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം മൃതദേഹം നിലവിൽ മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. കുടുംബാംഗങ്ങൾ തമ്മിലുള്ള തർക്കത്തിൽ ഇടപെടില്ലെന്നാണ് CPIM നിലപാട്. വിടവാങ്ങിയത് തലയെടുപ്പുള്ള നേതാവാണ്. അർഹിക്കുന്ന ആദരവോടെ കേരളം യാത്രയാക്കേണ്ട തൊഴിലാളി നേതാവ്. അന്ത്യയാത്രയിലെ രംഗങ്ങൾ ഒഴിവാക്കേണ്ടതായിരുന്നു. അതിന് വഴിവെച്ചത് ആരായാലും. 24 കൊച്ചി. ക്രിസ്ത്യൻ, എന്തായാലും അത് വളരെ ദൗർഭാഗ്യകരമായ ഒരു സംഭവം തന്നെയാണ് പറയേണ്ടത് അല്ലേ. കാരണം അത്രമാത്രം പാർട്ടിക്ക് വേണ്ടി നിന്ന, അല്ലെങ്കിൽ തൊഴിലാളി പ്രസ്ഥാനത്തിന് വേണ്ടി നിന്നൊരു നേതാവ് അർഹിക്കുന്ന ഒരു അന്ത്യയാത്ര അദ്ദേഹത്തിന് നൽകേണ്ടതായിരുന്നു. പക്ഷേ ഇങ്ങനെയൊക്കെ മാറുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നമ്മൾ കണ്ടത്. അപ്പോൾ എന്തായാലും കോടതിയിലാണ് ഇനിയിപ്പോൾ കാര്യങ്ങളെല്ലാം ഉള്ളത്. കോടതി എന്ത് തീരുമാനിക്കുന്നു, കോടതി അതിലെന്ത് തീർപ്പ് കൽപ്പിക്കുന്നു, അത് കാത്തിരുന്ന് കാണാം. എന്തായാലും ഇങ്ങനെ മക്കൾ വന്ന് ഈ രീതിയിൽ ഒരു പൊതുദർശനം നടക്കുന്ന ഹാളിലൊക്കെ വന്ന് ഇത്തരം ബഹളം ഉണ്ടാക്കുന്ന ഒരു സംഭവം എനിക്ക് തോന്നുന്നു അത് നമ്മൾ അങ്ങനെ കണ്ടിട്ടില്ല പൊതുമണ്ഡലത്തിലല്ലേ. അതെ, നമ്മുടെ ഒരു സംസ്കാരത്തിന്റെ ഭാഗമാണ് ഒരു വ്യക്തിക്ക് മാന്യമായ ഒരു സംസ്കാരം നൽകുക എന്നുള്ളത്. അതിവിടെ സംഭവിച്ചില്ല എന്നത് ഖേദകരമാണ്. നമുക്ക് തൃശ്ശൂരേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ തൃശ്ശൂർ കുറേ ദിവസമായിട്ട് പൂരമാണ്. പക്ഷേ ആ പൂരം വേറൊരു രീതിയിലാണ്. അതെ, വിവാദവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പുകയുന്നുണ്ട്. പക്ഷേ ഏറ്റവും ഒടുവിൽ അല്പസമയം മുൻപ് 24 ബ്രേക്ക് ചെയ്ത കാര്യമാണ് ഈ MR അജിത് കുമാർ സമർപ്പിച്ച റിപ്പോർട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ അല്പസമയം മുൻപാണ് നമ്മൾ പുറത്തുവിട്ടത്. ആ വാർത്തയിലേക്കാണ് നമ്മൾ ഇനി കിടക്കുന്നത്. തൃശൂർ പൂരം വിവാദത്തിന് പിന്നിൽ തിരുവമ്പാടി ദേവസ്വം എന്ന് ADGP MR അജിത് കുമാറിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. പൂരം അലങ്കോലമായതിൽ തിരുവമ്പാടി ദേവസ്വത്തിലുള്ളവർക്ക് നിർണായക പങ്കുണ്ടെന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. പാറമേക്കാവ് ദേവസ്വം പൂരം നടത്താൻ സഹകരിച്ചു. അട്ടിമറിക്ക് പിന്നിൽ ആസൂത്രിത നീക്കമാണുണ്ടായതെന്നും ADGPയുടെ റിപ്പോർട്ട്. ദീപക് ധർമ്മടം വിവരങ്ങളുമായി ചെയ്യുന്നുണ്ട്. ദീപക്, ADGP സമർപ്പിച്ച റിപ്പോർട്ടിലെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ അത് പോലീസിന്റെ വീഴ്ചയായ രീതിയിൽ അല്ല, മറിച്ച് ദേവസ്വത്തിന്റെ ഭാഗത്ത്, പ്രത്യേകിച്ചും തിരുവമ്പാടി ദേവസ്വത്തിന്റെ ഭാഗത്തും വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്ന രീതിയിലുള്ള പരാമർശങ്ങൾ റിപ്പോർട്ടിലുണ്ട് എന്ന കാര്യം കൂടി പുറത്തു വരുന്നു. എന്താണ് വിവരങ്ങൾ? ഒരുപക്ഷെ നമ്മൾ കാത്തിരുന്ന റിപ്പോർട്ട്
പൂരം കലക്കൽ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ 24 പുറത്തുവിട്ടത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പൂരം പൂർത്തിയാക്കാതിരിക്കാൻ ആസൂത്രിതമായ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന് ADGP MR അജിത് കുമാർ DGP ദർവേഷ് സാഹിബിന് സമർപ്പിച്ച റിപ്പോർട്ടിലുണ്ട്. റിപ്പോർട്ട് സർക്കാരിന് കൈമാറി കഴിഞ്ഞതാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ പൂരം ഗൂഢാലോചനയിൽ തിരുവമ്പാടി ദേവസ്വത്തിലെ ചിലർക്ക് നിർണായക പങ്കുണ്ട് എന്നുകൂടി കണ്ടെത്തിയിരിക്കുന്നു. അതായത് പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിച്ച് പൂരം പൂർത്തിയാക്കുന്നതിന് പകരം പൂരം പകുതിയിൽ ഇട്ടുവെച്ച് മാറിക്കളയുക, പ്രതിസന്ധി സൃഷ്ടിക്കുക എന്ന രീതിയിൽ ഇടപെട്ടു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും നിർണായകമായ കണ്ടെത്തൽ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പാറമേക്കാവ് ദേവസ്വം പൂരവുമായി സഹകരിക്കാനും ചർച്ചയിലൂടെ അനുനയിപ്പിച്ച് കാര്യങ്ങൾ നടത്താനും ശ്രമിച്ചു. പക്ഷേ എന്നാൽ തിരുവമ്പാടി ദേവസ്വത്തിന്റെ മേൽക്കോയ്മയിൽ അല്ലെങ്കിൽ മേൽക്കൈയിൽ ആ തീരുമാനത്തിനൊപ്പം പാറമേക്കാവ് ദേവസ്വം നിൽക്കേണ്ടി വന്നു എന്നുള്ളതുണ്ട്. ഇതിൽ തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി ഗിരീഷിന്റെ പേര് ഈ റിപ്പോർട്ടിൽ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മൊഴിയുടെ വിശദാംശങ്ങളും അതിലുണ്ട്. ഈ അന്വേഷണത്തിന്റെ ഭാഗമായി നിരവധി ഉദ്യോഗസ്ഥരെ, സിറ്റി പോലീസ് കമ്മീഷൻ ഉൾപ്പെടെയുള്ള നിരവധി ഉദ്യോഗസ്ഥരെ, മറ്റ് സർക്കാരിന്റെ അനുബന്ധ സംവിധാനങ്ങൾ, ഇതുകൂടാതെ തന്നെ ദേവസ്വം പ്രതിനിധികളെയും പരാതിക്കാരെയും വിവിധ രാഷ്ട്രീയ പ്രതിനിധികളെയും എല്ലാം മൊഴിയെടുത്തിട്ടുണ്ട്. അതിലെല്ലാം തന്നെ ചില നിർണായകമായ വിവരങ്ങൾ വരുന്നു. കാരണം ആസൂത്രിതമെന്ന് ഉറപ്പിച്ചു പറയാവുന്ന രീതിയിലുള്ള പൂരം പൂർത്തിയാക്കാതിരിക്കാനുള്ള ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട്. ആ ഗൂഢാലോചനയിൽ തുടരന്വേഷണം ആവശ്യമാണ് എന്നുള്ള നിലയിലാണ് ADGP MR അജിത് കുമാറിന്റെ റിപ്പോർട്ടിലെ പരാമർശം എന്നാണ് അറിയുന്നത്. സർക്കാർ ഇനി അത് പരിശോധിച്ച് തുടർ നടപടികളിലേക്ക് കടക്കുമായിരിക്കും. യെസ്, ദീപക് ധർമ്മമാണ് വിശദാംശങ്ങൾ നൽകിയത്. രണ്ടർത്ഥത്തിൽ പൂരം കലക്കി എന്നും പറയാം, പൂരം കലക്കി എന്നും പറയാം. അപ്പൊ ആ കലക്കിയതിന് പിന്നിൽ ആര് എന്നതിന്റെ ഉത്തരമാണ് ഈ റിപ്പോർട്ട്. ഇപ്പോൾ എന്തായാലും ദേവസ്വം ബോർഡ് ഇതിൽ പ്രതികരിച്ചിട്ടുണ്ട്. ആ പ്രതികരണങ്ങളിലേക്കും മറ്റു വിശേഷങ്ങളിലേക്കും പ്രേക്ഷകരുടെ ഒരുപാട് കമന്റുകൾ ഇതിനോടകം തന്നെ വന്നു കഴിഞ്ഞിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വരും. വെൽക്കം ബാക്ക്. ഇപ്പോൾ ഗുഡ് നൈറ്റ് ഷോ തുടരുകയാണ്. അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു നിർത്തിയ കാര്യം തന്നെയാണ്. എന്തായാലും ADGPയുടെ റിപ്പോർട്ടിലെ കൂടുതൽ വിവരങ്ങൾ വരുമ്പോൾ തിരുവമ്പാടി ദേവസ്വമാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത് എന്ന രീതിയിലുള്ള ഒരു പരാമർശം അവിടെ ഉണ്ട് എന്ന വാർത്ത പുറത്തു വരുന്നു. അപ്പോൾ അതിനോട് എങ്ങനെയാണ് തിരുവമ്പാടി ദേവസ്വം ഭാരവാഹികൾ പ്രതികരിച്ചതെന്ന് നോക്കാം. ADGPയുടെ റിപ്പോർട്ട് തള്ളി തിരുവമ്പാടി ദേവസ്വം ബോർഡ് രംഗത്തെത്തി. പോലീസിന്റെ അതിക്രമത്തെ തുടർന്ന് കൂട്ടായ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പൂരം നിർത്തിവെച്ചതെന്ന് തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി K ഗിരീഷ് കുമാർ പറഞ്ഞു. ഈ പാർട്ടിയുടെ എല്ലാവരും ഞങ്ങൾ ഏകസ്വരത്തിലാണ് ഈ തീരുമാനം എടുത്തേക്കണേ. അല്ലാണ്ട് അവിടെ ഒരു പ്രത്യേകതരം വിഭാഗീയതയൊന്നും അവിടെ ഉണ്ടായിട്ടില്ല. ഈ റിപ്പോർട്ട് എന്താണ് ഇങ്ങനെ വരാൻ കാരണം എന്നുള്ളത് അരിയാഹാരം കഴിക്കുന്നവർക്ക് വ്യക്തമായിട്ടറിയാം. ഇത് അവസാനം ദേവസ്വങ്ങളുടെ മെക്കെട്ട് തന്നെ വരുള്ളൂ. എന്താ വെച്ചാൽ രാഷ്ട്രീയക്കാരും അവരവരെ നിലനിൽപ്പ് നോക്കും. ദേവസ്വങ്ങളെയാണ് അവസാനം ഇത് ബലിയാടാക്കുള്ളൂ. എന്തായാലും ADGP നൽകിയ റിപ്പോർട്ട് ഇപ്പോൾ DGPയുടെ കയ്യിലാണ്. അപ്പോൾ DGP അതിനി മുഖ്യമന്ത്രിക്ക് കൈമാറണം. എങ്കിൽ മാത്രമായിരിക്കും എന്താണ് തുടർ നടപടി. ആഭ്യന്തര സെക്രട്ടറി അതിൽ എന്ത് നടപടി സ്വീകരിക്കുന്നു ഈ ഉദ്യോഗസ്ഥർക്കെതിരെ, അല്ലെങ്കിൽ അതിൽ പറഞ്ഞ പരാമർശങ്ങൾ എന്താണോ അതിൽ എന്ത് നടപടി സ്വീകരിക്കുന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ് അല്ലേ? അതെ. തൃശൂർ പൂരം അലങ്കോലമായതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിന്റെ ഉള്ളടക്കം തനിക്കറിയില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. റിപ്പോർട്ട് കിട്ടിയ ശേഷം പരിശോധിച്ച് നടപടി സ്വീകരിക്കും. വിഷയത്തിൽ മാധ്യമങ്ങൾ അവർക്ക് ആഗ്രഹമുള്ള കാര്യങ്ങളാണ് പ്രചരിപ്പിക്കുന്നതെന്ന് മുഖ്യമന്ത്രി വിമർശിച്ചു. അഴീക്കോടൻ രാഘവൻ അനുസ്മരണ വേദിയിലായിരുന്നു തൃശൂർ പൂരം വിവാദത്തിൽ മുഖ്യമന്ത്രിയുടെ മറുപടി. പൂരം കലക്കിയെന്ന പരാതി ഉയർന്നപ്പോൾ അന്വേഷണത്തിന് ഉത്തരവിട്ടു. ADGP സമർപ്പിച്ച റിപ്പോർട്ട് 4 ദിവസത്തിനകം തന്റെ അടുത്ത് എത്തുമെന്നും തുടർ നടപടി ഉണ്ടാകുമെന്നും പിണറായി വിജയൻ. പൂരം എങ്ങനെ അലങ്കോലപ്പെടുത്താനാകും എന്ന് നോക്കുന്ന ഒരു ശ്രമം ഇവിടെയുണ്ടായി. എന്താണ് സംഭവിച്ചത് എന്ന് അന്വേഷിക്കാൻ സർക്കാർ ചുമതലപ്പെടുത്തി. അന്വേഷണ റിപ്പോർട്ട് DGPയുടെ കയ്യിലെത്തിയെന്ന് പത്രവാർത്ത വന്നിട്ടുണ്ട്. ആ റിപ്പോർട്ടിൽ എന്താണെന്ന് എനിക്കിപ്പോൾ അറിയില്ല. ഞാൻ ആ റിപ്പോർട്ട് കണ്ടിട്ടില്ല. റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കം എന്താണെന്ന് അറിയില്ല. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് ഇപ്പോൾ എനിക്ക് പറയാൻ കഴിയില്ല. പൂരം കലക്കിയത് സംബന്ധിച്ച അന്വേഷണ റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്തുവിട്ട മാധ്യമങ്ങൾക്കെതിരെ മുഖ്യമന്ത്രി നടത്തിയത് അതിരൂക്ഷ വിമർശനം. റിപ്പോർട്ട് ഇന്നതൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ചില വലതുപക്ഷ മാധ്യമങ്ങൾ വലിയ തോതിൽ ഇപ്പോഴേ പ്രചരണം ആരംഭിച്ചിരിക്കുകയാണ്. പക്ഷേ ഇവർക്ക് എവിടുന്നാണ് കിട്ടിയത്? ഇവരുടെ കയ്യിൽ റിപ്പോർട്ടില്ലാനോ? മാധ്യമ വാർത്തകൾക്ക് പിന്നാലെ റിപ്പോർട്ട് തള്ളിയ CPIക്കെതിരെയും മുഖ്യമന്ത്രിയുടെ ഒളിയമ്പ്. 4 ദിവസം കൂടി കാത്തിരിക്കണം എന്നായിരുന്നു മറുപടി. റിപ്പോർട്ട് വരാൻ ഇത്രയും ദിവസം എടുത്തല്ലോ. ഇനിയൊരു 3-4 ദിവസവും കൂടി കാത്തു നിന്നാൽ യഥാർത്ഥ റിപ്പോർട്ട് പുറത്തു വരുമല്ലോ. തൃശൂർ പൂരത്തിന് ശേഷം ആദ്യമായാണ് തൃശൂരിലെ പൊതുയോഗത്തിൽ പൂരം വിവാദത്തിൽ മുഖ്യമന്ത്രി മറുപടി നൽകുന്നത്. 24 തൃശൂർ. യെസ്, അപ്പോൾ പൂരം വിവാദം അങ്ങനെ ഒരു ഭാഗത്തുണ്ട്. നമുക്ക് തൽക്കാലം മറ്റ് വാർത്തകളിലേക്ക് പോകുമ്പോൾ നമ്മുടെ കമൻറ്റുകളിലേക്ക് ഒന്ന് വരാം. ഒരുപാട് പ്രേക്ഷകർ ഇന്ന് കമൻറ്റുകൾ നൽകിയിട്ടുണ്ട്. എല്ലാവരും ചോദിക്കുന്ന ചോദ്യം വീണ്ടും പ്രവിത എവിടെയെന്നാണ്. അത് പല ആൾക്കാരും പ്രവിതയെ മാറ്റി പ്രജിത എന്നാക്കിയിട്ടുണ്ട്. അത് ഈ പ്രജിനും പ്രവിതയും
എപ്പോഴും നമ്മുടെ പ്രേക്ഷകർക്ക് കൺഫ്യൂഷനാണ് പ്രജിൻ പ്രവിത. അത് ഒന്നുകിൽ പ്രവീനാവും അല്ലെങ്കിൽ പ്രജിതയാവും, ഇങ്ങനെയൊക്കെയാണ് കാണുന്നത്. അപ്പോൾ ഇന്ന് ഒരുപാട് പേര് പ്രജിത എവിടെ, പ്രജിതയ്ക്ക് എന്ത് പറ്റി? പ്രവിത കേൾക്കുമ്പോൾ വലിയ പ്രശ്നമായി കിട്ടും. കാരണം എന്നും ഇവിടെ വന്നിട്ട് പറയുന്നതാണ് എൻ്റെ പേര് പ്രവിത എന്നാണ് എന്ന് പ്രേക്ഷകരോട് പറയുന്ന ആളാണ്. അപ്പോൾ പ്രവിത നാട്ടിൽ പോയതാണ് അല്ലേ, വീട്ടിലേക്ക് പോയതാണ്. ഇന്നും കൂടെ എന്നെ സഹിക്കണം പ്ലീസ്. അതുകൊണ്ടല്ല, പ്രേക്ഷകർ അവർ തന്നെ പറയുന്നുണ്ട്, എന്നും കാണുന്ന രണ്ടുപേരെ കാണാത്തതുകൊണ്ട് ചോദിച്ചതാണ്, അല്ലാതെ ക്രിസ്റ്റീനയെ ഇഷ്ടമല്ലാഞ്ഞിട്ടല്ല എന്ന് റീന സതീശൻ പറയുന്നുണ്ട്. താങ്ക് യു. അങ്ങനെ ഒരുപാട് പേർ കമന്റുകൾ തരുന്നു. ഇന്നലെ ക്ലാസ്സിൽ കയറാത്ത പിള്ളേർ ഇന്ന് ടീച്ചർ എന്തേ വരാത്തത് എന്ന് ചോദിക്കുന്നത് പോലെയാണ് എല്ലാവരും മുന്നിന് പിറകെ ഒന്നായി ഇത് ചോദിക്കുന്നതെന്ന് വൈസ് പീസ് എന്ന് പറയുന്നൊരു ഐഡിയിൽ നിന്ന് കമന്റ് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ കമന്റുകളൊക്കെ പോരട്ടെ. പവിത്രൻ പാതിരപ്പറ്റ ഒരു കാര്യം പറയുന്നു, ഇന്ന് നവതി ആഘോഷിക്കുന്ന മധുസാറിന്, നടൻ മധുന് ആശംസകൾ നേർന്നുകൊണ്ട് പ്രജിൻ ഈ പാട്ട് പാടുമോ? സുറുമ എഴുതിയ മിഴികളെ. അത് നമുക്ക് പാടാം പവിത്രൻ ചേട്ടാ. പാട്ടിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇന്നലെ ഒരുപാട് പേര് പറഞ്ഞു ക്രിസ്റ്റീൻ എന്താണ് പാടാത്തതെന്ന്. അപ്പോൾ അത് ഇന്ന് മാറ്റാൻ പോവാണ്. ഇന്നലെ കാക്കെ കാക്കെ കുടിപിടിയാണ് പാടിയത്. ഇന്ന് വളരെ മനോഹരമായൊരു ഗാനം പ്രേക്ഷകർക്കായിട്ട് ക്രിസ്റ്റീന പാടാൻ പോവുകയാണ്. പാടും അല്ല പാടൂ. അന്തിപ്പൊൻവെട്ടം കടലിൽ മെല്ലെ താഴുമ്പോൾ മാനത്തെ മുല്ലത്തറയിലെ മാണിക്യച്ചെപ്പ് വിണ്ണിൻ മാണിക്യച്ചെപ്പ് താനാ തിന്തിന്താരാ 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 താനാ താനാ തിന്തിന്താരാ തിന്തിന്താരാ താനാ തിന്തിന്താരാ 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 താനാ താനാ തിന്തിന്താരാ തിന്തിന്താരാ. അന്തിപ്പൊൻവെട്ടം കടലിൽ മെല്ലെ താഴുമ്പോൾ മാനത്തെ മുല്ലത്തറയിലെ മാണിക്യച്ചെപ്പ് വിണ്ണിൻ മാണിക്യച്ചെപ്പ്. കണ്ടോ? അപ്പോൾ അടിപൊളി. അപ്പോൾ ക്രിസ്റ്റീനയ്ക്ക് പാട്ട് പാടാൻ അറിയാം എന്നറിയുന്ന പ്രേക്ഷകർ അവർ ഞെട്ടിക്കാണത്തില്ല. പക്ഷെ അറിയാത്ത പ്രേക്ഷകർ അത് പാട്ടും കേട്ട് ഞെട്ടിക്കാണും. മെസ്സേജുകൾ ഇപ്പോൾ വരും എനിക്ക് ഉറപ്പാണ്. ബോത്ത് ആർ വെരി നൈസ്ലി സിംഗിങ് എന്ന് പറയുന്നത് സുബി ബേബി. കണ്ടോ? ഓ നൈസ്, നന്നായി പാടി എന്നൊക്കെയുള്ള കമന്റുകൾ ഇതാ വരുന്നു. ഇതെല്ലാം ക്രിസ്റ്റീനെ കമന്റുകളുണ്ട്. അപ്പോൾ പ്രേക്ഷകർ നിങ്ങളുടെ കമന്റുകളൊക്കെ പോരട്ടെ. അടുത്ത റിപ്പോർട്ടിലേക്ക് നമ്മൾ പോകുന്നു. വളരെ പ്രധാനപ്പെട്ടൊരു രാഷ്ട്രീയ വാർത്തയിലേക്ക് തന്നെയാണ്. PV അൻവർ കഴിഞ്ഞ കുറേ ആഴ്ചകളായി നമ്മുടെ വാർത്താ മണ്ഡലത്തിൽ ഇങ്ങനെയുണ്ട്. പക്ഷേ കളം മാറ്റി പിടിക്കുന്നുണ്ടോ എന്ന് സംശയം ജനിപ്പിക്കുമാറ് ഇന്ന് അദ്ദേഹത്തിൻ്റെ മറ്റൊരു മുഖം നമ്മൾ കണ്ടു. ആ റിപ്പോർട്ടിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. ഇന്ന് മന്ത്രി AK ശശീന്ദ്രനെ വേദിയിലിരുത്തി വനം വകുപ്പിനെതിരെ ആഞ്ഞടിച്ച് PV അൻവർ. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ വന്യജീവികളെക്കാൾ മോശമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇനിയുള്ള 1.5 വർഷം മനുഷ്യ സംരക്ഷണ വകുപ്പ് മന്ത്രിയായി AK ശശീന്ദ്രൻ പ്രവർത്തിക്കണം. നിലമ്പൂരിൽ നടന്ന വനം വകുപ്പിന്റെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടന വേദിയിലായിരുന്നു നിശിതമായ അൻവറിന്റെ ഈ വിമർശനം. അൻവറിന്റെ പ്രസംഗത്തോടുള്ള അതൃപ്തി മന്ത്രി AK ശശീന്ദ്രനും അവിടെ വെച്ച് തന്നെ പ്രകടമാക്കി. വനം വകുപ്പിനെതിരെ പറയാൻ ഉറച്ചു തന്നെയായിരുന്നു PV അൻവർ MLA എത്തിയത്. കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്നും മന്ത്രി വേദിയിൽ ഇരിക്കണമെന്നും ആവശ്യപ്പെട്ടു. പിന്നീട് വകുപ്പിനെതിരെ രൂക്ഷമായ വിമർശനവും കുറ്റപ്പെടുത്തലും. സോഷ്യൽ ഓഡിറ്റിംഗിന് വിധേയമാകാത്ത മേഖലയാണ് വനം വകുപ്പ്. അവിടെ എന്തും നടക്കും. വന്യജീവി പ്രശ്നം പരിഹരിക്കാൻ കഴിയാത്തതിനാൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ LDF-ന് 20% വോട്ട് കുറഞ്ഞു. വനം മന്ത്രിയുടെ ഇടപെടൽ പരിപൂർണതയിലേക്ക് എത്തിയില്ല. ഇനിയുള്ള 1.5 വർഷം മനുഷ്യ സംരക്ഷണ വകുപ്പ് മന്ത്രിയായി മാറണമെന്നും PV അൻവർ. എവിടെ എത്തി വനം വന്യജീവി കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥരുടെ മനസ്സ് വന്യജീവിയേക്കാളും അപ്പുറമായിട്ടുണ്ട്. താങ്കൾ ബഹുമാനപ്പെട്ട വനം വന്യജീവി വകുപ്പ് മന്ത്രിയാണെങ്കിൽ ഒരു 1.5 കൊല്ലം തൽക്കാല ലേശം അതങ്ങോട്ട് സൈഡിലേക്ക് നിർത്തിയിട്ട് കേരളത്തിലെ ജനസംരക്ഷണ വകുപ്പ് മന്ത്രിയായി താങ്കൾ ഒരു 50% പ്രവർത്തിച്ച് ഈ വിഷയങ്ങൾ പരിഹരിക്കാൻ ഒരു ജനകീയ ഇടപെടൽ നടത്തണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിച്ചു. വേദിയിൽ നിന്നിറങ്ങിയ അൻവർ അദ്ദേഹത്തിന്റെ വാഹനം മാറ്റിയിടാൻ ആവശ്യപ്പെട്ട വനം വകുപ്പ് ഉദ്യോഗസ്ഥരോട് പ്രകോപിതനായി. കടുത്ത ഭാഷയിൽ ദേഷ്യപ്പെട്ടു. മര്യാദ പറഞ്ഞ മനുഷ്യരോടാ നിങ്ങൾ കുറെ ആൾക്കാർ ട്രൗസർ ഇട്ട് നടക്കുന്നതല്ല ഫോറസ്റ്റ് കണ്ടിത്തരം ചെയ്യാ. അൻവറിന്റെ ഇന്നത്തെ പ്രസംഗത്തോടുള്ള അതൃപ്തി AK ശശീന്ദ്രനും പരസ്യമാക്കി. അദ്ദേഹത്തെ പോലൊരു MLA-ക്ക് അതേ ഭാഷയിൽ മറുപടി പറയാൻ താൻ ഇതുവരെ പഠിച്ചിട്ടില്ലെന്ന് AK ശശീന്ദ്രൻ. അങ്ങനെയാണോ അത് വേണ്ടത് അല്ലയോ ശരിയായോ എന്ന് അദ്ദേഹം ആലോചിക്കട്ടെ. അത് അദ്ദേഹത്തിൻ്റെ വിവേചനത്തിന് ഞാൻ വിട്ടുകൊടുക്കുന്നു. അദ്ദേഹത്തെ പോലുള്ളൊരു MLA പറയുമ്പോൾ അതേ ഭാഷയിൽ മറുപടി പറയാൻ ഞാനിതുവരെ പഠിച്ചു. ആഭ്യന്തര വകുപ്പിനെതിരെയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെയും തുടരെ ആരോപണം ഉന്നയിച്ച അൻവറിന് പാർട്ടി വിലങ്ങിട്ടെങ്കിലും മറ്റു വിഷയങ്ങളിലൂടെ സമ്മർദ്ദ ശക്തിയാവുകയാണ് PV അൻവർ. 24 മലപ്പുറം. യെസ്, അടുത്ത റിപ്പോർട്ടിലേക്ക് പോകുമ്പോൾ വീണ്ടും ഒരുപാട് കമന്റുകൾ വരുന്നു. ക്രിസ്റ്റി പാട്ട് ഒട്ടും മോശമാക്കിയില്ല കേട്ടോ, ഇതുപോലെ കട്ടക്ക് പിടിച്ചു എന്ന് പറയുന്നുണ്ട്. റീന സതീശൻ പറയുന്നു വീണ്ടും എനിക്ക് ആത്മവിശ്വാസം തന്നെ എന്നെ
നശിപ്പിക്കാനുള്ള ശ്രമം. അല്ല, കാര്യമായിട്ട് പറയും. അത് ശരി, നമ്മുടെ പ്രേക്ഷകർ അങ്ങനെ ചുമ്മാ ഒന്നും പറയത്തില്ല. പ്രേക്ഷകർ നല്ല പ്രേക്ഷകരാണ്. അപ്പൊ അവര് എന്താ വിഷമിക്കണ്ടല്ലോ, ഒരാൾ വിഷമിക്കണ്ടല്ലോ. മറ്റൊരു കാര്യം ഞാൻ മൈ ജേണി ബൈ ആർക്കി എന്ന് പറയുന്ന ഒരു ഐഡിയ വന്നു. ക്രിസ്റ്റീനയെ കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കുന്നത് നിരവധി എക്സ്പ്ലെയിനറുകളിലൂടെയാണ്. നല്ല മിടുക്കിയായ മാധ്യമപ്രവർത്തക പോരെ. ഓ മൈ ഗോഡ്, ഭക്ഷണം കഴിച്ചായിരുന്നു? ഇല്ല കഴിച്ചില്ല, എനിക്ക് വയറ് നിറഞ്ഞു. എന്തായാലും എനിക്ക് കണ്ടോ, ക്രിസ്റ്റീന പാട്ട് പോരാന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെന്താ പറയുന്നത്, സ്വരം നല്ലപ്പോ പാട്ട് നിർത്തുന്നതല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ബാക്കി കൂടുതൽ കാര്യങ്ങൾ നല്ലതാണല്ലോ അല്ലേ, പോസിറ്റീവ് ആണല്ലോ. യാ, അപ്പൊ നമ്മുടെ പ്രേക്ഷകരുടെ കട്ട സപ്പോർട്ട് ക്രിസ്റ്റീനയ്ക്കും നമുക്ക് എല്ലാവർക്കും ഉണ്ട് എന്നറിയാം. അങ്ങനെ ആ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അടുത്ത വാർത്തയിലേക്ക്. സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായി ചേർന്ന് ചിലർ പോലീസിനെതിരെ ഗൂഢാലോചന നടത്തിയെന്ന ഇന്റലിജൻസ് റിപ്പോർട്ട്. PV അൻവർ MLAയുടെ ആരോപണങ്ങൾക്ക് പിന്നാലെയാണ് ഗൂഢാലോചന നടന്നത്. ഇതിന് ചില പോലീസുകാരുടെ സഹായം ലഭിച്ചു. ഇവരുടെ പേരുൾപ്പെടെയുള്ള റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പിന് കൈമാറിക്കഴിഞ്ഞു. അതിനിടെ പാർട്ടി താക്കീതിന് പിന്നാലെ മുഖ്യമന്ത്രിക്കൊപ്പമുള്ള ചിത്രം ഫേസ്ബുക്ക് കവറിൽ നിന്നും PV അൻവർ മാറ്റിയിട്ടുണ്ട്. അങ്ങനെ അതുകൊണ്ടാണ് നേരത്തെ ഞാൻ പറഞ്ഞത് ഒരു കളം മാറ്റമാണോ അൻവറിൻ്റേത് എന്ന്, ഒരു ചൂടുമാറ്റമാണോ എന്നൊക്കെ സംശയമുണ്ട്. കാത്തിരുന്ന് കാണാം. PV അൻവർ MLA ADGPക്കെതിരെയും മലപ്പുറം മുൻ SP സുജിത് ദാസിനെതിരെയും ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചതിന് പിന്നാലെയാണ് രഹസ്യാന്വേഷണ വിഭാഗം പരിശോധന നടത്തിയത്. ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് രഹസ്യാന്വേഷണ വിഭാഗം നൽകിയ റിപ്പോർട്ടിൽ ഉള്ളത്. പോലീസിനെതിരെ മൊഴി നൽകാൻ ചിലർ സ്വർണ്ണക്കടത്ത് സംഘാംഗങ്ങളെ സമീപിച്ചു, പണവും വാഗ്ദാനം ചെയ്തു. ഇതിന് ചില പോലീസുകാരുടെ ഒത്താശയുണ്ടായി. എന്നാൽ പോലീസിനെതിരെ മാധ്യമങ്ങളോട് പറയാൻ സ്വർണ്ണക്കടത്ത് സംഘാംഗങ്ങൾ തയ്യാറായില്ല. സുജിത് ദാസ് മലപ്പുറം SP ആയിരുന്ന കാലത്താണ് ഏറ്റവും കൂടുതൽ സ്വർണം പിടികൂടിയതെന്നും അതിനുശേഷം വന്ന SP S ശശിധരൻ ഇത് മുന്നോട്ട് കൊണ്ടുപോയി എന്നും റിപ്പോർട്ടിലുണ്ട്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനം നടത്തിയത്. പോലീസ് സേനയ്ക്കെതിരെ നടന്ന നീക്കങ്ങളെല്ലാം കേസെടുത്ത് അന്വേഷിക്കാനാണ് തീരുമാനം. അതിനിടെ അൻവർ തുടങ്ങി വെച്ച വിവാദങ്ങൾക്ക് മുഖ്യമന്ത്രി ചുവപ്പ് കാർഡ് ഉയർത്തിയതോടെയാണ് മുഖ്യമന്ത്രിയുമൊത്തുള്ള ഫേസ്ബുക്ക് കവർ ചിത്രം അൻവർ മാറ്റിയത്. പകരം ജനങ്ങളുടെ കൈപിടിക്കുന്ന അൻവറിന്റെ ചിത്രമാണ് പുതിയ കവർ ഫോട്ടോ. അതേസമയം ADGP MR അജിത് കുമാറിനെതിരെ PV അൻവർ MLA നൽകിയ പരാതിയിൽ വിജിലൻസ് പ്രാഥമിക പരിശോധന തുടങ്ങി. 6 മാസം കൊണ്ട് റിപ്പോർട്ട് നൽകിയാൽ മതിയെന്നാണ് വിജിലൻസിന് കിട്ടിയിരിക്കുന്ന നിർദ്ദേശം. 24 തിരുവനന്തപുരം. നമുക്കിനി ശിരൂരിലേക്ക് പോയി കഴിഞ്ഞാൽ 2 മാസത്തിനിടെ ഏറ്റവും നിർണായകമായ ചില കാര്യങ്ങൾ സംഭവിച്ച ദിവസമാണിന്ന്. മണ്ണിടിച്ചിലുണ്ടായ ശിരൂരിൽ കാണാതായ അർജുൻ ഉൾപ്പെടെയുള്ളവർക്കായുള്ള തെരച്ചിൽ തുടരുമെന്ന് ജില്ലാ ഭരണകൂടം പറഞ്ഞിട്ടുണ്ട്. നാവികസേന അടയാളപ്പെടുത്തിയ സ്ഥലത്ത് ഇന്ന് നടത്തിയ തെരച്ചിലിൽ അർജുന്റെ ലോറിയുടെ ഭാഗങ്ങൾ കണ്ടെത്തിയിരുന്നു. റിട്ടയർഡ് മേജർ ജനറൽ M ഇന്ദ്രപാലിന്റെ നിർദ്ദേശമനുസരിച്ചാകും നാളെ നടക്കുന്ന തെരച്ചിൽ. കൃത്യമായ ഏകോപനവും ദിശാബോധവുമുള്ള തെരച്ചിലാണ് ഇന്ന് നടന്നത്. നാവികസേന അടയാളപ്പെടുത്തിയ സ്ഥലത്ത് നടന്ന തെരച്ചിലിൽ അർജുന്റെ ലോറിയുടെ ഭാഗങ്ങൾ കണ്ടെത്തി. ലോറി ഉടമ മനാഫ് അത് സ്ഥിരീകരിച്ചു. അർജുന്റെ ലോറിയിൽ തടികെട്ടാൻ ഉപയോഗിച്ച കയറിന്റെ ഭാഗമാണ് ഇന്ന് ആദ്യം കണ്ടെത്തിയത്. തുടർന്ന് ഡ്രഡ്ജർ ഉപയോഗിച്ച് മണ്ണ് നീക്കം ചെയ്യുന്നതിനിടെ ലോറിയുടെ ക്രാഷ് ഗാർഡും മരത്തടിയും കണ്ടെത്തി. ഇതെല്ലാം ലോറി ഉടമ മനാഫ് സ്ഥിരീകരിച്ചു. അവിടെ ഓൾറെഡി മാർക്ക് ചെയ്തിട്ടിരിക്കണല്ലോ ആ കയറിനെ, അത് നേവി കണ്ടുപിടിച്ച കയറ്, അതിന്റെ ബാക്കി. വൈകിട്ടോടെ അർജുന്റെ സഹോദരി അഞ്ജു ഉൾപ്പെടെയുള്ളവരെ പ്രത്യേക ബോട്ടിൽ ഡ്രഡ്ജറിലെത്തിച്ചു. ജില്ലാ പോലീസ് മേധാവി കാർവാർ MLA എന്നിവരുടെ നേതൃത്വത്തിൽ നിലവിലെ സാഹചര്യം ദൗത്യമേഖലയിലെത്തി വിലയിരുത്തി. ലോറി കണ്ടെത്തുന്നതുവരെ തിരച്ചിൽ തുടരുമെന്ന് കാർവാർ MLA സതീഷ് കൃഷ്ണസേൽ പറഞ്ഞു. കാലാവസ്ഥ പ്രതികൂലമായാലും തിരച്ചിൽ പൂർണ്ണമായി അവസാനിപ്പിക്കില്ല. Weather report is bad. We'll stop for one day, not for every day. Every day is our success. We are trying to make success, and we are doing our own efforts on this. Nothing to worry. Your blessings is also required. ജില്ലാ ഭരണകൂടത്തിന്റെ ഇടപെടലിൽ അർജുന്റെ കുടുംബം തൃപ്തി പ്രകടിപ്പിച്ചു. ഈ പുഴയിൽ തന്നെ ഉണ്ട് എന്നുള്ളത് അവർക്ക് ഒരു ഹോപ്പുണ്ട്. നമുക്ക് മാക്സിമം ചെയ്യാന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. നമുക്കിപ്പം ഒരു കോൺഫിഡൻസ് ഉണ്ട്. ട്രക്കിന്റെ സാന്നിധ്യത്തിന് ശക്തമായ സിഗ്നൽ ലഭിച്ച കോണ്ടാക്ട് പോയിന്റ് 4-ലായിരിക്കും നാളത്തെ തിരച്ചിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. റിട്ടയർഡ് മേജർ ജനറൽ M ഇന്ദ്രപാലൻ തിരച്ചിലിന് നേതൃത്വം നൽകും. അപ്പോഴും ഷിരൂർ ഉൾപ്പെടുന്ന ഉത്തര കന്നഡ മേഖലയിൽ 3 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ആശങ്ക സൃഷ്ടിക്കുന്നു. ഷിരൂരിൽ നിന്നും അലക്സ് റാം മുഹമ്മദ്, ടീം 24.
ക്രിസ്ത്യൻ, നമ്മുടെ ആരിഫ് AP കളത്തൂർ എന്ന് പറഞ്ഞൊരു പ്രേക്ഷകൻ ഒരു കമന്റ് ചെയ്തിട്ടുണ്ട്. വേണാട് എക്സ്പ്രസിൽ വനിതാ യാത്രക്കാർ കുഴഞ്ഞു വീണത് മാധ്യമങ്ങളും ഗൗരവമായി ഇടപെടണം ആ വാർത്തയിൽ എന്ന് പറയുന്നു. വൈകി ഓടലും പിടിച്ചിടലും കൂടുതൽ ആശങ്ക ഉണ്ടാക്കുന്നു എന്നാണ് ആരിഫ് പറയുന്നത്. വളരെ ശരിയാണല്ലേ? നമുക്ക് അതുമായി ബന്ധപ്പെട്ട ഇപ്പോൾ തന്നെ അടുത്ത് കൊടുക്കാം. അതെ, വേണാട് എക്സ്പ്രസ് ട്രെയിനിൽ തിക്കും തിരക്കും കാരണം യാത്രക്കാർ കുഴഞ്ഞു വീണു. ട്രെയിനിൽ കാലുകുത്താൻ ഇടമില്ലെന്നും വന്ദേ ഭാരതിനു വേണ്ടി സമയക്രമം മാറ്റിയതോടെ ദുരിതമിരട്ടിയായെന്നും യാത്രക്കാർ പരാതിപ്പെടുന്നുണ്ട്. അതേസമയം ചെന്നൈ മേലിൽ ശുചിമുറി മാലിന്യം കമ്പാർട്ട്മെന്റിലേക്ക് ഒഴുകിയത് യാത്രക്കാരെ തെല്ലൊന്നുമല്ല വലച്ചത്. തിരുവനന്തപുരം ഷൊർണൂർ വേണാട് എക്സ്പ്രസ് പിറവത്ത് ഏറെ നേരം പിടിച്ചിട്ടെന്നാണ് പരാതി. തിങ്ങി നിറഞ്ഞ കമ്പാർട്ട്മെന്റിനുള്ളിൽ 2 പേർ തലകറങ്ങി വീണു. വന്ദേ ഭാരത് ട്രെയിന് വേണ്ടി സമയക്രമം മാറ്റിയതാണ് ദുരിതത്തിന് കാരണമായതെന്നാണ് സ്ഥിരം യാത്രക്കാർ പറയുന്നത്. 7:40 7:45 മുളന്തുരുത്തി പിടിച്ചിടുവാണ്. 25 മിനിറ്റ് വന്ദേ ഭാരത് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് തിങ്ങി നിറഞ്ഞ് ശ്വാസം കിട്ടാതെ ആൾക്കാർ അതിനകത്ത് നിൽക്കുമ്പോൾ വണ്ടി മൂവിങ്ങിലാണെങ്കിൽ കുറച്ചെങ്കിലും നമുക്ക് കാറ്റ് കിട്ടും. ഇത് വണ്ടി ഡെഡ് ഫ്ലോയിലാണ്, അവിടെ കിടക്കുവാണ്, വണ്ടി നിർത്തിയിട്ടിരിക്കുകയാണ്. എറണാകുളം വരെയുള്ള യാത്രയിൽ ട്രെയിൻ 19 മിനിറ്റ് മാത്രമാണ് വൈകിയതെന്നും വന്ദേ ഭാരതിനായി ട്രെയിൻ പിടിച്ചിട്ടിട്ടില്ലെന്നുമാണ് റെയിൽവേ പറയുന്നത്. വിഷയത്തിൽ അന്വേഷണം നടത്തും. യാത്രക്കാർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ കൃത്യമായി തന്നെ അവരോട് ബോധ്യപ്പെടുത്തുകയും അതേ കാര്യങ്ങൾ റെയിൽവേ വകുപ്പ് മന്ത്രിയെ അറിയിച്ചു. ചെന്നൈ തിരുവനന്തപുരം മെയിൽ കോട്ടയത്ത് എത്തിയപ്പോഴാണ് ശുചിമുറി ബ്ലോക്കായി മാലിന്യം കമ്പാർട്ട്മെന്റിലേക്ക് ഒഴുകിയതും യാത്രക്കാർക്ക് തലവേദനയായതും. കോട്ടയം ബസ് സ്റ്റേഷൻ ചങ്ങനാശ്ശേരി വരെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. പരാതികൾ ലോക്കോ പൈലറ്റിനെയല്ല 139 എന്ന നമ്പറിലൂടെ റെയിൽവേയാണ് അറിയിക്കേണ്ടതെന്ന് അധികൃതർ പറയുന്നു. ശുചിമുറികൾ വൃത്തിയാക്കി സൂക്ഷിക്കാൻ യാത്രക്കാർക്കും ഉത്തരവാദിത്തമുണ്ടെന്നാണ് റെയിൽവേയുടെ മറുപടി. 24 കോഴിക്കോട്. ഇത് വലിയൊരു പ്രശ്നമാണ്. 1863 ലണ്ടനിൽ ആദ്യമായ അണ്ടർഗ്രൗണ്ട് റെയിൽവേ. അപ്പോൾ അന്ന് ഈ പറയുന്നത് പോലെ കൽക്കരി പൊടി ഇതെല്ലാം കൂടിയിട്ട് അസ്ഫിക്സിയേഷൻ, അതായത് പെട്ടെന്ന് ശ്വാസം മുട്ടി ആൾക്കാർക്ക് വലിയ ബുദ്ധിമുട്ടുകളും ആരോഗ്യ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുന്നു എന്ന് പറയുന്നു. പക്ഷെ എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ഈ തിക്കും തിരക്കും കാരണം ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുന്നത്. യാത്രക്കാർ എന്തെല്ലാം ആശങ്കകളാണ് പങ്കുവയ്ക്കുന്നത്. മാത്രമല്ല ആ സമയം എല്ലാവരും ഈ പറയുന്ന പോലെ കോളേജിലേക്കും ഓഫീസിലേക്ക് എത്തുന്ന സമയമാണ്. ആ സമയത്താണ് ഇങ്ങനെ പിടിച്ചിട്ട് ആൾക്കാരെ വലയ്ക്കുന്നത്. അപ്പം തിരക്ക് കൂടുകയുള്ളൂ. ആ കൂടിയ തിരക്കിലാണ് ഇപ്പോൾ ഇങ്ങനെ യാത്രക്കാർ താഴെ വീഴുന്ന, ബോധം കെട്ട് വീഴുന്ന അവസ്ഥയൊക്കെ ഉണ്ടായത്. അപ്പോൾ എന്താണ് റെയിൽവേ ഇതിനൊരു പരിഹാരം ഉണ്ടാകട്ടെ, അത് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇത് നമുക്കൊരു വെറൈറ്റി സ്റ്റോറിയിലേക്ക്, പോസിറ്റീവ്. അതെ, നീർക്കാക്കയ്ക്ക് പുതുജീവൻ നൽകി കാസർഗോഡ് നീലേശ്വരത്തെ ഓട്ടോ ഡ്രൈവേഴ്സ്. ടാക്സി സ്റ്റാൻഡിന് സമീപം വലയിൽ കുടുങ്ങിയ നീർക്കാക്കയാണ് ഓട്ടോ ഡ്രൈവർമാരായ റമീസും അലിഭായും ചേർന്ന് രക്ഷിച്ചത്. നീർക്കാക്കയെ പിന്നീട് തേജസ്വിനി പുഴയിൽ വിട്ടയച്ചു. വന്ന സമയത്ത് നമ്മൾ സ്റ്റാൻഡിനകത്ത് എടുത്തു വെച്ചിട്ട് ഒരു വലയിൽ കുടുങ്ങിയിട്ടുള്ളൊരു ഇതിനെ കണ്ടു. എന്താണെന്ന് മനസ്സിലായിട്ടില്ല. അങ്ങനെ നോക്കുമ്പോൾ അതിൻ്റെ ചുണ്ടിനകത്തുള്ള ഫുള്ള് വലയും എന്തോ ഒരു ഭക്ഷണ പദാർത്ഥവും പറ്റിയിട്ടുള്ള ഒരു ഇതവസ്ഥയിലാണ്. ഭക്ഷണം കഴിക്കാത്തൊരു കുറേ സമയം ഉള്ളൊരു ആവശ്യത അതിനെ കണ്ടിരുന്നു. നമ്മൾ കുറച്ച് മീനും വെള്ളമെല്ലാം കൊടുത്തു, പക്ഷെ ഒന്നും കഴിക്കുന്നില്ല. അങ്ങനെ നമ്മൾ പാറിയിട്ട് കുറച്ച് ക്ഷീണം മാറിയിട്ട് പോകും എന്ന് പ്രതീക്ഷിച്ചു. അവിടെ നിന്ന് ഇപ്പോൾ നമ്മൾ ഓട്ടോ എല്ലാം കഴിഞ്ഞ് രണ്ടാമത് വന്ന് നോക്കുമ്പം അതേ സ്ഥലത്ത് അവിടെ ഇരിക്കുകയാണ്. തേജസ്വിനി പുഴ എത്തും മുൻപ് നിരവധി തവണ റമീസിന് നീർക്കാക്കയുടെ കൊത്തുകിട്ടി. എങ്കിലും ഒരു ജീവൻ രക്ഷപ്പെടുത്താനായതിൻ്റെ സന്തോഷത്തിലാണിവർ. റമീസും അലീബായും ചേർന്ന് ജീവൻ രക്ഷപ്പെടുത്തിയെങ്കിലും വലയിലകപ്പെട്ടതിൻ്റെ പേടി ഇനിയും മാറിയിട്ടില്ല. എങ്കിലും വെള്ളത്തിലെത്തിയതിൻ്റെ സന്തോഷത്തിലാണവൾ. വിജയ് ഷണങ്കൂറിനൊപ്പം അരുൺ പാറക്കൽ, 24 കാസർഗോഡ്. അപ്പോൾ അതെന്തായാലും ഒരു നല്ല കാര്യം അല്ലേ? ഓട്ടോ ഡ്രൈവേഴ്സ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ഓട്ടോ ഡ്രൈവേഴ്സ് മാത്രമല്ല, എന്താണ് ഈ പറയുന്നത് പോലെ കരുണ പറ്റാത്ത ഒരുപാട് പേർ, ഒരുപാട് മനുഷ്യരുടെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് തിരിച്ചറിയുന്ന ഒരു സ്റ്റോറി ആയിരുന്നു അത്. വെൽക്കം ബാക്ക് ടു ഗുഡ് നൈറ്റ് ഷോ. നമ്മൾ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ നമ്മൾ നല്ലൊരു രസകരമായ ഒരു കാഴ്ച കൂടി പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. അതിനു മുമ്പ് ഒരു കമൻറ്റ് കൂടി, ഒരു തവണ കൂടി കമൻറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപാട് പേർ ഇപ്പോഴും മെസ്സേജ് അയക്കുന്നു. അൽ അമീൻ തങ്ങൾപ്പടി പറയുന്നു, എനിക്ക് പട്ടം ശരിക്ക് പറത്താൻ പറ്റിയിട്ടില്ല, നോക്കി നിൽക്കും. പ്രജിൻ മുതലാളിയല്ലേ, എങ്ങനെ സമ്മാനം തരാതിരിക്കാൻ തീർച്ചയായിട്ടും അല്ലമീൻ തങ്ങൾപ്പടിക്ക് താങ്കൾ സമ്മാനം കൊടുത്തിരിക്കണം. ഓക്കെ, പ്രജിൻ ക്രിസ്റ്റീന, നിങ്ങൾ അടിപൊളിയാണ്, അടിപൊളി വൈബാണ്, ചങ് ബ്രോസ് പോലെ അടിപൊളി. നമുക്കിടയിൽ നല്ലൊരു സൗഹൃദമുണ്ട്. ശരി ബ്രോ, അപ്പോൾ നമുക്ക് അടുത്ത കഥയിലേക്ക് കിടക്കാം. അപ്പോൾ ആ കാഴ്ചയിലേക്കാണ്. അങ്ങ് കോട്ടയത്ത് നിന്നാണ് ഈ ദൃശ്യങ്ങൾ വരുന്നത്. കുറച്ച് സ്പെഷ്യൽ ഗസ്റ്റുകളെ, സ്പെഷ്യൽ അതിഥികളെ നമുക്കൊന്ന് പരിചയപ്പെടാം. അപ്പോൾ ഇനി കോട്ടയത്ത് നിന്ന് വിരുന്ന് വന്ന പ്രജിൻ പറഞ്ഞതുപോലെ ആ സ്പെഷ്യൽ ഗസ്റ്റുകളെ നമുക്ക് പരിചയപ്പെടാം. കുറിച്ചിയിലെ പട്ടശ്ശേരി കാര്യവട്ടം പടത്ത് എത്തിയ ദേശാടന പക്ഷികളാണ് ആ അതിഥികൾ.
കടലുകൾ കടന്നു വന്ന പെലിക്കൻ പക്ഷികൾ ഉൾപ്പെടെ നിരവധി ദേശാടന പക്ഷികൾ ഇവിടെ ഇത്തവണയും എത്തിയിട്ടുണ്ട്. ഇതോടൊപ്പം മനോഹരമായ ഗ്രാമീണ കാഴ്ചകളും അവിടെ എത്തിയാൽ ആസ്വദിക്കാൻ കഴിയും എന്നാണ് ടോബി ജോൺസൺ പറയുന്നത്. നോക്കാം. ഗ്രാമീണ ഭംഗി നിറഞ്ഞു തുളുമ്പി നിൽക്കുന്ന കുറിച്ചിയിലെ കരിവട്ടം പാടശേഖരത്താണ് ഇത്തവണയും ദേശാടന പക്ഷികൾ വിരുന്നെത്തിയിരിക്കുന്നത്. പെലിക്കനടക്കം നിരവധി ദേശാടന പക്ഷികളെ ഇവിടെ എത്തിയാൽ നമുക്ക് നേരിട്ട് കാണാം. ഏകദേശം എനിക്കൊന്നൊരു 10 വർഷത്തോളമായിട്ട് ഈ പക്ഷിയുടെ വരുന്നത്. എല്ലാ തവണയും ഈ പറഞ്ഞ ഗംഭീര ഓരോ വർഷം ചെല്ലുമ്പോഴും ഇതിൻ്റെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുക. ആദ്യമൊക്കെ എനിക്കൊന്നൊരു വിരല എണ്ണാന്ന് അത്ര ഒരു സാന്നിധ്യം ഉള്ളായിരുന്നു ഇതിൻ്റെ ഈ പക്ഷിയുടെ. പക്ഷേ ഇപ്പം എനിക്കൊന്ന് 100-ലധികം വരുന്നുണ്ട്. ഇത് ഇവിടെ വരികയും അത് മുട്ടയിടുകയും അത് വിരിഞ്ഞ് കുഞ്ഞുങ്ങളുമായിട്ടാണ് ഇവിടുന്ന് എല്ലാ വർഷവും പോകുന്നത്. അത് ഇവിടുത്തെ നാട്ടുകാർക്ക് ഉൾപ്പെടെ അത് ഭയങ്കര ഒരു ഹരമാണ്, നല്ല രസമാണ്. അത് അതിനെ എല്ലാ വർഷത്തിനെ ഞങ്ങളും ആകാംക്ഷയോടെ അതിനെ കാത്തിരിക്കുക. കാണാൻ വേണ്ടി ഇപ്പോൾ ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. ഇപ്പോൾ 2-3 ദിവസമായിട്ട് ഞാൻ സ്ഥിരം ഇവിടെ വരുന്നത്. ടൂറിസ്റ്റ് സാധ്യതയുണ്ട്, 100% പക്ഷിയെ കാണാം, ചൂണ്ടയിടാം, അസ്തമയം കാണാം, അങ്ങനെ പല കാര്യത്തൊക്കെ ഉണ്ട്. ദേശാടന പക്ഷികൾ മാത്രമല്ല, കുറിച്ചി പാട്ടാശ്ശേരിയിലെത്തിയാൽ അതിമനോഹരമായ ഗ്രാമീണ കാഴ്ചകളും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിലേറ്റവും മനോഹരം ഇവിടുത്തെ സൂര്യാസ്തമയമാണ്. മനോഹരമായ കാഴ്ചയായിരുന്നു. അതെ, നമ്മുടെ റീന സതീശൻ പറയുന്നുണ്ട് പട്ടങ്ങൾ കാണുമ്പോൾ സ്കൂൾ കാലഘട്ടം ഓർമ്മ വരുന്നു എന്ന്. നിഷാദ് വി പറയുന്നുണ്ട് പ്രജിന് ഇച്ചിരി അഹങ്കാരം കൂടുതലാണ്, 1ാം സ്ഥാനത്തിന്റെ, അതുകൊണ്ടാണ് മെസ്സേജ് വായിക്കുന്നത്. അയ്യോ എന്റെ പേരുണ്ട്, സോറി. അതുകൊണ്ടൊന്നും അല്ല കേട്ടോ. നിഷാദിന്റെ മെസ്സേജുകൾ എന്നാണ് വായിക്കുന്നത്? നിഷാദിന്റെ സന്ദേശങ്ങൾ എല്ലാ ദിവസവും വായിക്കാറുണ്ട്. അതെ. അപ്പോൾ തൽക്കാലം നമ്മൾ ഇന്ന് വൈൻഡപ്പ് ചെയ്യുന്നു. നാളെ ഒരുപാട് പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി കാണാം. എല്ലാ പ്രേക്ഷകർക്കും ഒരു നല്ല രാത്രി ആശംസിക്കുകയാണ്. ശുഭരാത്രി.